ചായ ഉണ്ടാക്കാൻ പോവാം. ഞങ്ങളുടെ ഇവിടെ 2 ടൈപ്പ് വെള്ളമുണ്ട്. കോർപ്പറേഷൻ വാട്ടറുണ്ട്, പിന്നെ വെൽ വാട്ടറുണ്ട്. അപ്പോൾ ഇത് കോർപ്പറേഷൻ വാട്ടറല്ല പാല് ചായ ഉണ്ടാക്കും. അടുപ്പിലാണ് വെച്ചിരിക്കുന്നത്, ഗ്യാസ് അടുപ്പം. ഒരു മൈക്രോവേവ് ഉണ്ട്. അപ്പോൾ അതിപ്പോൾ എല്ലാം കൂടെ ഇതിൽ വെക്കാൻ പറ്റും. എൻ്റെ മോനിടയ്ക്ക് പറയാം മൈക്രോവേവിൽ ചായ ഉണ്ടാക്കാം. എനിക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാതിരിക്കും, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഗ്യാസ് അടുപ്പ് ചായ ഉണ്ടാക്കിയിട്ട് നമ്മുടെയൊക്കെ ശീലം. സോറി, നമ്മളുടെ ശീലമല്ല, ഞങ്ങളുടെ ശീലം. അതിപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് പറയുകയാണേ, ഞാനാണെങ്കിൽ നേരത്തെയൊക്കെ ഫുഡ് ഭയങ്കരമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ ഇപ്പോഴായാലും അറിയിപ്പം അതുപോലെ കഴിക്കാൻ ഇഷ്ടമില്ല. എന്ന് വെച്ചാൽ ഒന്നാമതായിട്ട് വണ്ണം കൂടും. വണ്ണം കൂടുന്നത് കൊണ്ട് കഴിക്കാൻ ഇഷ്ടമില്ല. എന്തെങ്കിലും കഴിച്ചു പോയെങ്കിൽ വണ്ണം കൂടുമ്പോൾ നമുക്കത് പിന്നെ കഴിക്കാൻ തോന്നും, എത്ര ഇഷ്ടമുള്ളതാണെങ്കിലും. അങ്ങനെ പിന്നെ കുറച്ച് അതൊന്ന് കുറയ്ക്കുക, എൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക എന്നല്ലാതെ ഒന്നും പറ്റുന്നില്ല. അതേ ഉള്ളൂ. പിന്നെ എക്സസൈസ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ അതും കുറച്ചിങ്ങനെ എക്സസൈസ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടം. ഒന്നും അങ്ങോട്ട് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഫസ്റ്റ് എനിക്ക് സ്റ്റഡി അത് ചിലപ്പോൾ എൻ്റെ ഒരു എൻ്റെ ഒരു ഭയങ്കര ഒരു ആഗ്രഹമൊന്നുമല്ല. എൻ്റെ ജീവിതത്തിൽ എന്താ ഫുൾഫിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് പഠിക്കുക എന്നുള്ളത്. പഠിത്തമില്ലാതെ ഒരു കാര്യത്തിനും ശരിയാകത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഒത്തിരി ഉയർന്ന ജീവിതം നയിക്കുന്നവരുണ്ട്, പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അവർക്കൊക്കെ വേറെ ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ പഠിച്ചവർ എക്സ്ട്രാ ആക്ടിവിറ്റീസായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാനിപ്പോൾ എല്ലാം കൂടെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കി എന്നെക്കൊണ്ട് എന്താ കഴിയുന്നതെന്ന്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് വെച്ചാൽ എനിക്ക് പഠിക്കാൻ. ഏജൊന്നും കൂടുതൽ എനിക്കൊരു പ്രശ്നമില്ല. എന്ന് വെച്ചാൽ ഞാൻ എനർജറ്റിക്കായിട്ട് തന്നെ നടക്കുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ എനിക്ക് ഏജ് അങ്ങനൊരു പ്രോബ്ലം, അങ്ങനൊരു വിഷമം ഒന്നുമേ ഇല്ല. പക്ഷെ എനിക്ക് ചില സമയത്ത് ഇങ്ങനെ വിഷമം ഉണ്ടാകുന്ന രീതിയിലൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്കിപ്പോൾ ഒരു പ്രശ്നമേ അല്ല. കാരണം ഏജ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഞാൻ കേട്ടൊരു ബ്ലോഗ് ചെയ്യുന്നൊരു മാഡം പറയുന്നത് കേട്ടു, പ്രായമാകുന്നു എന്നോർത്ത് എന്നും പറഞ്ഞ് എന്തിൻ്റെ ഒരു അഡ്വർടൈസ്മെൻ്റ് അല്ല, പുള്ളിക്കാരി ഇങ്ങനെ ബ്ലോഗിൽ പറയുന്നത് കേട്ട്. അപ്പോൾ അതൊന്നും വെച്ചുകൊണ്ടൊന്നും നമുക്കൊന്നും പറ്റത്തില്ല. നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുമല്ലാതെ നമുക്കൊരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. എഡ്യൂക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അല്ലാതെ വലിയ ഉയർച്ചയിലൊക്കെ വരണമെങ്കിൽ ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞ കൂട്ട് എക്സ്ട്രാ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര റിച്ചായിട്ടുള്ള വീട്ടിലെ ലൈഫ് ആയിരിക്കും ആ ലൈഫായിരിക്കും അവർ നയിച്ചുകൊണ്ട് വന്നത്. ഇതൊന്നും അല്ലാത്ത നമ്മൾ ഒരു വലിയ റിച്ചൊന്നുമല്ല, കുഴപ്പമില്ലാത്തൊരു കുടുംബത്തിൽ ജനിച്ചു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പഠിക്കുക എന്നുള്ളത് നമ്മുടെ മെയിനാണ്. പിന്നെ ഫുഡ് ഉണ്ടാക്കുക, അതൊക്കെ നല്ല ഒത്തിരി സോഴ്സ് ഓഫ് ഇൻകമാണ്. ഇതൊക്കെ നല്ല രീതിയിൽ അതിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാമെങ്കിൽ. അപ്പോൾ എനിക്ക് പഠിക്കണം, വേറൊരു രാജ്യത്തേക്ക് പോകണമെന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ പഠിക്കണം, അതെങ്ങനെയാണെന്ന് ഡിസ്കണ്ടിന്യൂ ആയിപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുമ്പം അത് കഴിയാത്ത വിധത്തിലുള്ള വീഡിയോസൊക്കെ വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഡിസ്കറേജ് ചെയ്യുക. അപ്പോൾ അത് ഡിസ്കറേജ് വരരുത്. അതാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള കാരണം. നമ്മളങ്ങനെ വിട്ടുകൊടുക്കില്ലല്ലോ. ബി പോസിറ്റീവ്. നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയോ പറയുകയൊക്കെ ചെയ്യുക, അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും. ചായ ഉണ്ടോ പറഞ്ഞിന്ന് ചായ പാല് തിളച്ച് പോകുന്ന അറിയത്തില്ല, എന്താ ആവിയൊക്കെ പുറക്കുന്നു. ഇത് ഞങ്ങൾ ചായ ഉണ്ടാക്കുന്ന ഡെയിലി റിപ്പിൾ. ഇതൊന്ന് കാണിച്ചു തരും. റിപ്പിൾ അവർ പ്രോസസ്സിങ് യൂണിറ്റ് അവിടെ ഞാൻ മൂന്നാറിൽ പോയി കണ്ടിട്ടുണ്ട്. അപ്പം നല്ല തേയിലയാണ്. ഇപ്രാവശ്യത്തെ തേയിലയ്ക്ക് എന്തോ ഒരു ചെറിയ ഇതെങ്കിലും ഞാൻ
ചിലപ്പോൾ അവർ ക്വാണ്ടിറ്റി എടുക്കുന്നതിൻ്റെയൊക്കെ ആയിരിക്കാം. ഇതിപ്പോൾ ഞാൻ സ്പൂണൊന്നും എടുക്കുന്നില്ല, എല്ലാം ഒന്നിട്ട് നോക്കുക. ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിലൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ടിന്നിനകത്തൊന്നും എടുത്തിടാറൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട് പെട്ടെന്ന്. അങ്ങനെ ഇനിയിപ്പം ബാക്കി തീരെ അതുപോലെ എൻ്റെ ഒരു ശീലമുണ്ട്, എനിക്ക് ഇച്ചിരി വൃത്തി എന്നും പറഞ്ഞ് കൂടുതലല്ല, അതെന്നെ എല്ലാവരും കളിയാക്കുന്നുമുണ്ട്. അത്ര വൃത്തി നമുക്കൊന്നും അറിയാം. വിശുദ്ധി എന്ന് പറഞ്ഞ് നമ്മൾ അതിവിശുദ്ധി എന്നൊക്കെ പറയും. അതുപോലെ വൃത്തി എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് വൃത്തിയാകരുതെന്ന് എനിക്ക് ജീവിതത്തിൽ നിന്ന് മനസ്സിലായി. ആവശ്യത്തിന് വൃത്തി വേണം. തൊടുന്നതും പിടിക്കുന്നതും എല്ലാം വൃത്തിയാന്ന് പറഞ്ഞ് ചെയ്താൽ എപ്പോഴും ഇങ്ങനെ വെള്ളത്തിൽ പിടിച്ച് ഇത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തില്ല. ഇത് ഞങ്ങൾ പുതിയതായിട്ട് വാങ്ങിയ ഒരു ടിന്ന്, എനിക്കിഷ്ടപ്പെടുന്ന നല്ല രസം, മുട്ടുകുറ്റി പോലുണ്ട്. എനിക്ക് ചായ കുടിക്കുമ്പോൾ മധുരം അധികം ഇഷ്ടമില്ല. കോഫിക്ക് നല്ല മധുരം ഇഷ്ടമാണ്, ചായക്ക് വലിയ ഇഷ്ടമില്ല. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമില്ലേ. സംടൈംസ് മധുരം ഉണ്ടെങ്കിൽ നമ്മൾ കുടിക്കും. പിന്നെ ഈ ഷുഗർ, ഡയബറ്റീസ് അതൊന്നും ഇതിൻ്റെ ഈ കൗണ്ടർ ടോപ്പ് അത് കാണാൻ പറ്റത്തില്ലല്ലോ. ഇതപ്പോൾ ഞാൻ ഒരു മിനിറ്റ് കാണിച്ചു തരാം. എൻ്റെ അവിടെ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇതാ ചായ ഉണ്ടാക്കുന്നത്, ചപ്പാത്തി ഉണ്ടാക്കിയതിൻ്റെ പാത്രം ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇവിടെ നല്ല നീറ്റായി കിടക്കും ഇപ്പം. പിന്നെ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അത്രയും കാണിച്ചു തരുമ്പോൾ. ഇത് ഞങ്ങളുടെ ഒരു കപ്പാണ്. ഞങ്ങളുടെ വീടിനടുത്തൊക്കെ ചായക്കടയുണ്ട്. അപ്പം ഞാൻ ചെറുപ്പത്തിലൊക്കെ ചായക്കടയിലൊക്കെ പുട്ട് വാങ്ങാനും അപ്പം വാങ്ങാനും ഒക്കെ പോയിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലില്ലാതിട്ടാണോ എന്നൊന്നും അറിയത്തില്ല. ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരം ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ഉണ്ടാക്കുന്നുണ്ട്. എങ്കിലും ചിലപ്പോൾ ഇല്ലാത്തപ്പോൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ എല്ലാവരും ചായക്കട പോയി വാങ്ങുന്നവരുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര കൊതി, അയ്യോ എനിക്കിവിടുന്ന് പോയി വാങ്ങണേന്നും പറഞ്ഞ് ഞാൻ പോയി ക്യൂവിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനും എൻ്റെ മോനുമാണ് ചായ കുടിക്കാൻ പോകുന്നത്. ഒന്ന് ഗ്ലാസ്സിൽ, ഒന്ന് കപ്പിൽ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണാൻ ഞാൻ അപ്ലോഡ് ചെയ്യും. എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ഐ എം വെരി സോറി. നിങ്ങളിത് കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ, കമൻറ്റ് ചെയ്യണം. ഓക്കെ.